ഇന്ന് അത്തം 1 അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. ഈ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് എല്ലാ കാലത്തും ഓണാഘോഷത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത്തം ഘോഷയാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കാനും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തത്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പം സ്നേഹപൂർവ്വം ഞാൻ ഈ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു. അധ്യക്ഷൻ അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ആദ്യമായാണ് ഒരു MP ഒരു സ്പീക്കർ ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത്. അതിലൂടെ അനൂപ് പറയാതെ പറഞ്ഞത്, സ്പീക്കർമാരാകുമ്പം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ, അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രസംഗം വളരെ ചുരുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നിയമസഭയിൽ എപ്രകാരമാണോ പ്രസംഗം നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രസംഗവും അങ്ങനെ ആക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം. കാരണം നിയമസഭയിൽ ദൈർഘ്യമേറിയ പ്രാസംഗികന്മാർക്കൊരു സ്കോപ്പുമില്ല. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ നിയമസഭയ്ക്കകത്ത് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് പൊതുയോഗങ്ങളിൽ മണിക്കൂറുകളെടുത്ത് സംസാരിക്കുന്നവർ നിയമസഭയിൽ വന്നാൽ 2 പോയിൻ്റ് ആകുമ്പോഴേക്കും സ്പീക്കർ ബെല്ലടിക്കും. ഇവിടെ ബെല്ലടിക്കാൻ ആളില്ല. അതുകൊണ്ട് സ്പീക്കർ തന്നെ പ്രസംഗം ചുരുക്കിയാൽ തുടർന്ന് വരുന്നവരുടെയും പ്രസംഗം ചുരുങ്ങും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കൂടിയവരാരും തന്നെ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നവരുമല്ല. നിങ്ങൾക്കാർക്കും പ്രസംഗം വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ ഘോഷയാത്ര കാണാൻ വന്നവരാണ്. അതിൻ്റെ ഭാഗമായി തന്നെ രാവിലെ മുതൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഓരോ പോയിന്റിലും പോലീസും ജനങ്ങളും തടിച്ചുകൂടിയിട്ടുണ്ട്. പോലീസും ജനങ്ങളും തടിച്ചുകൂടി നിങ്ങളെല്ലാം അത്തഘോഷയാത്ര കാണാൻ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഞങ്ങളുള്ള പോലുള്ള പൊതുപ്രവർത്തകർ കാണിക്കേണ്ട ഔചിത്യം ക്രൗഡ് സെൻസറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ വളരെ ചുരുക്കി സംസാരിച്ചാൽ അടുത്ത അത്തഘോഷയാത്രയ്ക്കും നിങ്ങളെന്നെ ക്ഷണിക്കും. മറിച്ച് ഇവിടെ ദീർഘനേരം ഞാൻ സംസാരിച്ചാൽ നിങ്ങളെല്ലാം മനസ്സിൽ ഒരല്പം അസ്വസ്ഥത പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. നമുക്കേവർക്കും അറിയാം, ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയ ആഘോഷമാണ് ഓണം. മലയാളികളുടെ മാത്രം, ലോകത്തെവിടെയെല്ലാം മലയാളി ഉണ്ടോ. അത്തഘോഷയാത്രയ്ക്ക് എന്നെ ക്ഷണിച്ച് തൃപ്പൂണിത്തുറ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുനിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം മലയാളിയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആഘോഷമാണ് ഓണം. ഓണത്തെക്കുറിച്ച് സ്കൂളിൽ പ്രബന്ധം എഴുതിയാണ് ഓണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. മാവേലി എന്ന അസുരരാജാവിൻ്റെ തിരിച്ചുവരവ് നാം ആഘോഷിക്കുന്നത് ഓണത്തിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്നതാണ് ഓണം. സമഭാവനയുടെ, സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കിടയിൽ വിഭാഗീയതയില്ലാതെ, നമുക്കിടയിൽ വർഗീയതയില്ലാതെ, നമുക്കിടയിൽ ദുഷ്ടചിന്തയില്ലാതെ പരസ്പരം മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്ന് മലയാളിയെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ച് ആ ഒരു വാക്കിന്ന് പ്രയോഗിക്കാൻ മലയാളിയെക്കുറിച്ച് പറയില്ല. കാരണം എള്ളോളമില്ല പൊളിവചനം എന്ന് പറയുന്നിടത്ത് നമ്മളെ തന്നെ പൊക്കിയടിക്കല് ഇപ്പം മെയിൻ പണി. മലയാളിയെക്കുറിച്ച് നമ്മൾ പറയും, ഒരു കാലഘട്ടത്തെക്കുറിച്ച് നാം സൂചിപ്പിക്കുമ്പം നമ്മളെല്ലാം സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. പക്ഷേ കള്ളവുമില്ല, ചതിയുമില്ല എന്ന് പറയുമ്പം നമുക്കിടയിൽ ഇപ്പം കള്ളവും ചതിയും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ആലോചിക്കുന്നത് ഇന്ന് രാത്രി ഉറങ്ങുമ്പം നാളെ രാവിലെ ആരെ പറ്റിക്കേണ്ടതെന്നാണ്. ആ രീതിയിലേക്ക് നമുക്കിടയിൽ ഇത്തരം കള്ളത്തരങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓണം പോലുള്ള ആഘോഷങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് പരസ്പരം പഴിചാരാതെയും പരസ്പരം പറ്റിക്കാതെയും സ്നേഹത്തോടെ, ഐക്യത്തോടെ, സമഭാവനയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആഹ്വാനം ചെയ്യാൻ സാധിക്കണമെന്നുള്ളതാണ്.